ഇസ്ലാം തീവ്രവാദമാണോ എന്ന് പഠിക്കേണ്ടത് ഒരിക്കലും ടി വി ചർച്ചകളിൽ അല്ലെങ്കിൽ രാത്രിയുള്ള ന്യൂസിലെ അന്തി ചർച്ചകളിലല്ല. മറിച്ച് ഇസ്ലാം തീവ്രവാദമാണോ ഭീകരവാദമാണോ എന്ന് പഠിക്കേണ്ടത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലൂടെയാണ്. ഈ താടിക്ക് എന്ത് വികാരമുള്ളത്? ഈ തൊപ്പിക്ക് എന്ത് വികാരമുള്ളത്? ഇതൊരു സംസ്കാരത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇതുള്ളത്. അതല്ലാതെ ഈ താടിക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിന മുഹമ്മദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മറ്റു മനുഷ്യരെ, നമ്മുടെ ഈ ടി വി ചാനൽ ചർച്ചകളിലെല്ലാം ഇസ്ലാമിനെ വിമർശിക്കുക എന്ന ഒരു പൊതു നയം ഇന്ന് അധികമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു റീഡിങ്. അവിടെ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഒരല്പം വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ സിനിമയിലൊക്കെയും, അതല്ലെങ്കിൽ നിലവിൽ അത്തരം പ്ലാറ്റ്ഫോമുകൾ മുഴുവൻ ഇസ്ലാമിനെ ഒന്നുകിൽ ഒരു തീവ്രവാദമാക്കണം, ഭീകരവാദമാക്കണം, അല്ലെങ്കിൽ മുസ്ലിം വേഷം ധരിച്ചവരെല്ലാം അവർ തീവ്രവാദ റോളാണ് അവർക്ക് കൊടുക്കുന്നത്. തീവ്രവാദവും ഭീകരവാദവും, അല്ലെങ്കിൽ കണ്ടാൽ പേടിപ്പിക്കാനും അറപ്പിക്കാനും കഴിയുന്ന രൂപത്തിലുള്ള റോളുകൾ കൊടുത്ത് അങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മീഡിയകൾ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. ഏത് പ്ലാറ്റ്ഫോം ആകട്ടെ, ഇസ്ലാമിനെ എങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ തകർക്കാൻ കഴിയുമോ ആ രൂപങ്ങളെല്ലാം മെനഞ്ഞ് കണ്ടുപിടിച്ച് അതിനെ ഗവേഷണം ചെയ്ത് ഏതെല്ലാം മാർഗത്തിലൂടെ ഇസ്ലാമിനെ തകർക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അള്ളാൻ്റെ ഒരു വചനം ഞാനിവിടെ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എത്ര കണ്ട് ഈ ഒരു ദീനിനെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും വല്ലാഹു മുത്തിമ്മു നൂരിഹി, അവൻ്റെ ആ ഒരു പ്രകാശത്തെ കെടുത്താൻ കഴിയാതെ അള്ളാഹു അത് ഏറ്റവും പൂർണ്ണാർത്ഥത്തിൽ അതിനെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ഇവർ വാദിക്കുന്ന വാദങ്ങൾ, ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാം അത് ഭീകരവാദത്തിൻ്റെ മതമാണ്, തീവ്രവാദവും ഭീകരവാദവുമാണ് അവരുടെ പ്രവാചകനായ മുഹമ്മദ് പഠിപ്പിച്ചത്, കൊലപാതകം അവരുടെ ഹരമാണ്, യുദ്ധം അത് കൊതിയാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള വാദങ്ങളാണ് ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും വിഷയത്തിൽ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ ഇതര മതസ്ഥരുടെ മനസ്സുകളിൽ ഇഞ്ചക്റ്റ് ചെയ്ത് ഇമേജ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത്? ഇസ്ലാമിൻ്റെ ആശയം എന്താണ്? ഇത് മീഡിയകളാണോ തീരുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ സ്റ്റോറിയാണോ അത് പറയേണ്ടത്? ഇസ്ലാമിനെക്കുറിച്ച് പറയേണ്ടതും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതും ഇസ്ലാമിൻ്റെ വക്താക്കളാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അതുതന്നെയും പറയേണ്ടത്. ചില ആളുകൾ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പലതും സോഷ്യൽ മീഡിയകളിൽ വന്ന് പറയാറുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കാൻ, ഞാൻ മുസ്ലിമാണ് പക്ഷേ എനിക്ക് തട്ടയിടാൻ എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മുസ്ലിം നാമധാരികളായ ആളുകൾ പലതും പറയുന്നു എന്ന് വരാം. എന്നാൽ ഇസ്ലാമിനെക്കുറിച്ച് പറയേണ്ടതാരാ? ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കേണ്ടതാരാ? അത് നിങ്ങൾ മനസ്സിലാക്കാത്തതെന്താ? ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ പ്രമാണത്തിൽ എന്താണുള്ളത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രമാണം പറയാൻ, ഇസ്ലാമിക പ്രമാണത്തിനു പറയാൻ എന്താണുള്ളത് എന്ന് നിങ്ങൾ പഠിക്കുന്നിടത്താണ് ഇതിൻ്റെ വിമർശനങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതായത് ഇസ്ലാം തീവ്രവാദമാണോ എന്ന് പഠിക്കേണ്ടത് ഒരിക്കലും ടി വി ചർച്ചകളിൽ അല്ലെങ്കിൽ രാത്രിയുള്ള ന്യൂസിലെ അന്തി ചർച്ചകളിലല്ല. മറിച്ച് ഇസ്ലാം തീവ്രവാദമാണോ ഭീകരവാദമാണോ എന്ന് പഠിക്കേണ്ടത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലൂടെയാണ്. ഇസ്ലാമിന് തുറന്നുവച്ച പുസ്തകമാണ് വിശുദ്ധ ഖുർആൻ. ഇസ്ലാമിൻ്റെ അധ്യാപനം പ്രവാചക ജീവിതമാണ്, സ്വഹാബത്ത് കാണിച്ചു തന്ന മാതൃകയാണ്. ഇതിൽ നിങ്ങൾ തിരയൂ. ഇത് തിരഞ്ഞിട്ട് നിങ്ങൾ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ വിമർശിക്കൂ. അത് ന്യായമായ വിമർശനവും കൂടിയായിരിക്കണം എന്നതുകൂടി സൂചിപ്പിക്കണം. ഇസ്ലാം ഈ വിഷയത്തിൽ പറയുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. മനുഷ്യജീവന് അത്യുന്നതമായ മൂല്യം നൽകുന്ന മതമാണ് ഇസ്ലാം. ഒരിക്കലും മനുഷ്യനെ ഹനിക്കണമെന്നോ ഒരിക്കലും
ഇതര മതസ്ഥരെ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ചില സന്ദർഭങ്ങളിൽ നിന്ന് നടത്തിയെടുത്ത ചില വാചകങ്ങൾ മാത്രമാണ്. അതായത് കണ്ടിടത്ത് വെച്ച് കൊല്ലുക എന്ന വാചകം കൊണ്ടുവന്നത് യുദ്ധസന്ദർഭവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ്. കാരണം യുദ്ധത്തിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ഇവൻ ഒരു അമുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് അവൻ്റെ മുമ്പിൽ പൂവിട്ട് പൂജിക്കൂലല്ലോ. പരസ്പരം യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ യുദ്ധത്തിൻ്റെതായ നിയമങ്ങളാണ് അവിടെ ബാധകമാകുന്നത്. അതേസമയം അതല്ലാതെ നിർഭയത്വത്തോടുകൂടി കഴിയുന്ന സമയത്തോ വിശുദ്ധ ഖുർആൻ വലിയ മൂല്യവത്തായ അധ്യാപനം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം മതമനുസരിച്ച് ജീവിക്കുവാനും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാതെ വീട്ടിൽ തന്നെ നിർഭയത്വത്തോടുകൂടി കഴിയാനും സാഹചര്യം ഒരുക്കിത്തരുന്നവരോട് അൻ തബറൂഹും വത്തുഖിസുത്തു ഇലൈഹിം, അവരോട് ബിർറ് കാണിക്കണം എന്നാണ്, പുണ്യം കാണിക്കണം എന്നാണ്, നന്മ വർത്തിക്കണം എന്നാണ്. എന്നിട്ട് അവരോട് നല്ല രൂപത്തിൽ മാന്യമായി ഇടപെടാനും മാന്യമായ രൂപത്തിൽ അവരുടെ വിഷയത്തിൽ ഇടപെടാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരോട് നല്ല രൂപത്തിൽ സമീപിക്കാനുമെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവന് നൽകിയ വില, ഇസ്ലാം നൽകിയ വില എന്ന് വേണം നമുക്ക് പ്രത്യേകം അടിവരയിടേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ്റെ ജീവന് നൽകിയ വില വിശുദ്ധ ഖുർആനിലുടനീളം കാണാൻ സാധിക്കും. ആ മനുഷ്യരെ ആദരിച്ച മതമാണ് ഇസ്ലാം. ഓരോ മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു തആല ആദരിച്ചിട്ടുണ്ട് എന്നാണ്. വലഖദ് കറംനാ ബനി ആദം. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ജീവൻ അമാനത്താണ് എന്നുവരെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മറ്റു സ്വന്തം ജീവൻ സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റു ആളുകളുടെ ജീവനും സംരക്ഷിക്കാൻ ബാധ്യതയേറ്റവരാണ് മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും നല്ലൊരു അധ്യാപനം, മറ്റു ഇതര ദർശനങ്ങളിലൊന്നും കാണാൻ സാധിക്കാത്ത ഏറ്റവും സുപ്രധാനമായ ഒരു അധ്യാപനമാണ് സൂറത്തു മാഇദയിലെ 32-ാം അധ്യായം. വിമർശിക്കുന്നവരും കൂടി ഈ ആയത്തുകളൊന്ന് പരിശോധിക്കണം എന്നാണ്. സൂറത്തുൽ മാഇദ എന്ന് പറയുമ്പോൾ 5-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ മനോഹരമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള്. പറയുന്നതെന്നറിയോ? ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ, കലാപങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഫകഅന്നമാ ഖതലന്നാസ ജമീഅ. ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നതിന് തുല്യമാണ് എന്നാണ്. അവിടെ മുസ്ലിമാണോ കാഫിറാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതലന്നാസ ജമീഅ. അവിടെ ജനങ്ങൾ എന്നാണ് പറഞ്ഞത്. ജനങ്ങളെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ആശയം വേറൊരു ദർശനത്തിനും വേദഗ്രന്ഥത്തിനും എടുത്തു കാണിക്കുക സാധ്യമല്ല. അവിടെയാണ് ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്ന് ആളുകൾക്കിടയിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. ഇത്രയും നല്ല ആശയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാളെ അന്യായമായി കൊല്ലാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമുണ്ടാക്കലും കൊല്ലലുമെല്ലാം, കൊലപാതകമെല്ലാം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിനെ എങ്ങനെയാണ് തീവ്രവാദവും ഭീകരവാദവുമായി ചിത്രീകരിക്കാൻ കഴിയുക? ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ അടിസ്ഥാനം തന്നെ, അതായത് മതനിയമങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് പ്രധാന ലക്ഷ്യങ്ങൾ 5 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ 5 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഹിഫാലത്തുൻ നഫ്സ്, അല്ലെങ്കിൽ ഹിഫ്ദുൻ നഫ്സ്, തൻ്റെ ജീവ സംരക്ഷണം എന്നുള്ളത്. 5 കാര്യങ്ങളുണ്ട്. മതം സംരക്ഷിക്കണം, ജീവൻ സംരക്ഷിക്കണം, ബുദ്ധി സംരക്ഷിക്കണം, സമ്പത്ത് സംരക്ഷിക്കണം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അവിടെ അതിന് കോട്ടം സംഭവിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും അകന്നു നിൽക്കുകയും വേണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകം പാടില്ല എന്നും സ്വയം ആത്മഹത്യ പാടില്ല എന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നും ഇസ്ലാം കൃത്യമായ നിലപാടെടുക്കുകയും മറ്റുള്ളവരുടെ സംരക്ഷണത്തിൻ്റെ വിഷയത്തിൽ പോലും കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മഹത്യയും അനാവശ്യമായ അപകടങ്ങളിൽ ചാടുകയും ഇസ്ലാം കർശനമായ വിമർശനങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വലാ തഖ്തുലൂ അൻഫുസക്കും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. നിങ്ങൾ നിങ്ങളുടെ സ്വദേഹത്തെപ്പോലും കൊല്ലരുത് എന്നാണ്. ആത്മഹത്യ ചെയ്യരുത്, അതുപോലെ തന്നെ അപകടങ്ങൾ വരുത്തിവെക്കരുത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്.
എന്തുകൊണ്ടാണ്? ഇസ്ലാം സുരക്ഷയ്ക്ക് അത്ര തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട്. മനുഷ്യജീവൻ അത്ര തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വന്തത്തിനു മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിന് പോലും പ്രാധാന്യം നൽകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റായുള്ള മരണങ്ങൾ, അതുപോലെ തന്നെ ആത്മഹത്യകൾ, ഇതെല്ലാം വലിയ ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായ മാർഗദർശനവും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുന്നതിനപ്പുറം അപകടത്തിൽ അല്ലെങ്കിൽ അശ്രദ്ധയിലൂടെ അല്ലെങ്കിൽ ബോധപൂർവമല്ലാത്ത രൂപത്തിൽ കൊല്ലുന്ന വിഷയത്തിൽ പോലും കൃത്യമായ നടപടിക്രമങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ എന്താ കാണുന്നത്? ലാ ലററ വലാ ദിറാർ. സ്വന്തത്തിന് മാത്രമല്ല അക്രമം വരുത്തരുത് എന്ന് പറഞ്ഞത്, നേരെ മറിച്ച് അപ്പുറത്തുള്ള ആളുകൾ, മറ്റുള്ളവർക്കും ഉപദ്രവം വരുത്തരുത് എന്ന ചെറിയ വാചകത്തിലൂടെ വലിയ ആശയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ഒരൊറ്റ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതായത് സ്വന്തം വീട്ടിൽ, സ്വന്തം പറമ്പിൽ നിൽക്കുന്ന ഒരു വൃക്ഷം അത് വളർന്നു പന്തലിച്ച് അതിൻ്റെ ഇലകൾ അടുത്ത അയൽവാസിയുടെ വീട്ടിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മരത്തെ മുറിച്ചു കളയണം. എത്ര കായ്ക്കുന്ന മരമാണെങ്കിലും ശരി, എത്ര വിലപിടിപ്പുള്ള മരമാണെങ്കിലും ശരി, അത് മുറിച്ചു കളയണമെന്നാണ്. കാരണം എന്നറിയോ? അയൽവാസിയുടെ വിഷയത്തിൽ ഇസ്ലാം ഇടപെട്ടതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് സംരക്ഷണമേകണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് എങ്ങനെ മറ്റുള്ളവരെ കൊല്ലാൻ സാധിക്കും? അന്യായമായി ഒരിക്കലും ഒരു ഉപദ്രവം പോലും ഉണ്ടാക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കാൻ വരുന്നവരോട് തിരിച്ചെങ്ങനെ പ്രതികരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്? ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും നല്ല രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ തിരിച്ച് പ്രതികരിക്കണം എന്നാണ്. ഇങ്ങോട്ട് കച്ചറ ഉണ്ടാക്കാൻ വന്നു, അതിനേക്കാൾ ഇരട്ടിയായിക്കൊണ്ട് തിരിച്ച് കച്ചറ ഉണ്ടാക്കുക എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ഏറ്റവും മാന്യമായ രൂപത്തിൽ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കണം എന്നാണ്. ഏറ്റവും നല്ല രൂപത്തിൽ. ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്, നമ്മെക്കുറിച്ച് മോശമായി ചെയ്ത അല്ലെങ്കിൽ മുൻഗാമികളുടെ വിഷയത്തിൽ മോശമായി പ്രതികരണങ്ങൾ അറിയിച്ച ആളുകൾക്ക് അങ്ങോട്ട് സമ്മാനങ്ങൾ കൊണ്ടുകൊടുത്തു എന്ന് വായിക്കാൻ കഴിയും. ചരിത്രത്തിൽ അത്ര കണ്ട് മാന്യരായ ആളുകൾ ഇസ്ലാമിൻ്റെ വക്താക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന അതാണ്. എത്രത്തോളം മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും ഇസ്ലാം കാരുണ്യം കാണിക്കണം എന്നാണ്. എന്നാൽ ഇവർ പറയുന്നത് എന്താ? മനുഷ്യരെ കണ്ടടത്തു വെച്ച് കൊല്ലണം, മതം അല്ലെങ്കിൽ ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ്, ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിനില്ലാത്ത ആശയങ്ങളും ആദർശങ്ങളും അത് കെട്ടിവെച്ച് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും അവർ തന്നെയാണ് ഇളിഭ്യരായി പോകുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ചില ആളുകൾ എഴുതിവിടുന്നത് മുസ്ലിമീങ്ങളെ കണ്ടാൽ പേടിക്കണം, താടിയും തൊപ്പിയും വെച്ചവനെ കണ്ടാൽ പേടിക്കണം എന്നൊക്കെയാണ്. ഞാൻ താടി വെച്ചിട്ടുണ്ട്, ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ട്. ഈ താടിക്ക് എന്ത് വികാരമുള്ളത്? ഈ തൊപ്പിക്ക് എന്ത് വികാരമുള്ളത്? ഇതൊരു സംസ്കാരത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണിതുള്ളത്. അതല്ലാതെ ഈ താടിക്ക് ബോംബ് പൊട്ടിക്കാൻ കഴിയുമോ? തൊപ്പിക്ക് ബോംബ് പൊട്ടിക്കാൻ കഴിയുമോ? അതെല്ലാം ഒരു മനുഷ്യൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടല്ലേ കിടക്കുന്നത്. വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും ഇത്തരം ഒരു നിലവാരം കുറഞ്ഞ ഒരു ചിന്തയിലേക്ക് മാറിപ്പോയി എന്നതാണ് വളരെ സങ്കടകരമായ അവസ്ഥ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും ഇസ്ലാം ഗൗരവമായ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പൂച്ചയെ കെട്ടിയിട്ട ചരിത്രം ഇസ്ലാം പഠിപ്പിച്ചു തന്നത്, ആ പൂച്ചയെ കെട്ടിയിട്ട് വേണ്ട രൂപത്തിൽ പരിഗണിക്കാതെ, ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്നതിൻ്റെ പേരിൽ ആ കെട്ടിയിട്ട വ്യക്തി നരകത്തിലാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും, ഒരു മിണ്ടാപ്രാണിയുടെ വിഷയത്തിൽ പോലും ഇസ്ലാം ഇത്രയും കണിശമായ നിലപാടുകളും അധ്യാപനങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റുമുണ്ട്. ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ തിന്മകളിൽ മുഴുകി ജീവിച്ച മനുഷ്യന് എല്ലാം പുറത്തു കൊടുത്ത് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നും ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് കേട്ടു നിന്ന സ്വഹാബികൾ, ഈ ഒരു സംഭവം പ്രവാചകൻ സ്വഹാബികളോട്, തൻ്റെ അനുചരന്മാരോട് ഈ കാര്യത്തെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ ചോദിക്കണേ, യാ റസൂലല്ലാ, അല്ലയോ പ്രവാചകരെ, ഇന്നലന ഫിൽ ബഹാമി അജറ, നമുക്കും കന്നുകാലിയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെ വിഷയത്തിൽ പ്രതിഫലം ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തെന്നറിയോ? ഫി കുല്ലി കബിദിൻ റത്ബത്ത് അജർ. എല്ലാ പച്ചക്കരളുള്ളതിനോടും നന്മകൾ അല്ലെങ്കിൽ കാരുണ്യം കാണിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രതിഫലമുണ്ട് എന്നാണ്. അപ്പം ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനം തീവ്രവാദമോ ഭീകരവാദമോ അല്ല എന്നും
ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ മീഡിയകളിൽ നിന്ന് പഠിക്കാതെ നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുകയും അതിൻ്റെ വക്താക്കളിൽ നിന്ന് പഠിക്കുകയുമാണ് വേണ്ടത് എന്നത് ഇവിടെ പ്രത്യേകം ഊന്നി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം എന്നത് ഒരിക്കലും ഭീകരവാദമോ തീവ്രവാദമോ മറ്റുള്ളവരെ കൊല്ലാനോ ഇതര മതസ്ഥരായ ആളുകളെ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ പ്രയാസപ്പെടുത്താനോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഇസ്ലാം ആ പേര് തന്നെ സമാധാനത്തിൻ്റെ മതം എന്നാണ് പഠിപ്പിക്കുന്നത്. അത് പ്രകൃതിയുടെ മതമാണ്. ആ പ്രകൃതിയുടെ മതത്തിൽ ഒരിക്കലും തീവ്രവാദമോ ഭീകരവാദമോ ഇല്ല. മറിച്ച് സ്നേഹവും കാരുണ്യവും ആർദ്രവും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ നന്മകളുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി കൃത്യമായി ആദർശത്തെ മനസ്സിലാക്കാനും ഇസ്ലാമിനെ തിരിച്ചറിയാനും ഇസ്ലാമിൻ്റെ നന്മകളെ ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.